ഒരു പ്രത്യേക മണ്ണാട്ടോ കുഞ്ഞു ചില്ലേമിക്കാണ് ഉണ്ടാവുക. അപ്പൊ ഇതേപോലെ നമുക്ക് ഒരു 3 ഊണ് കൊടുത്ത് നിർത്തി വെക്കാണ്. കാരണം ചക്ക വലുതാവനനുസരിച്ച് പ്ലാവ് കൊമ്പ് ഒടിഞ്ഞു വീഴാവുന്നുള്ള പേടിണ്ടായിരുന്നു. കാരണം താങ്ങ് കൊടുക്കണോന്നൊക്കെ വിചാരിച്ചിരുന്നു, വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നമ്മള് അവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് ചേച്ചി ഞാനേ ഈ കൊള്ളി നമുക്കെല്ലാം ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. വയോട്ടാ. നമ്മുടെ തക്കാളി നോക്കിയേ, കണ്ട നമ്മൾ ഈ ഒരു തടം ഫുള്ള് തക്കാളി ആയിട്ട് അറ്റം വരെ വെച്ചെടുത്തോണേ. ഇപ്പൊ ആ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും. വെക്കി നോക്കിയേ, ഒരു കൊലയമേക്ക് 3 4 ഇതൊക്കെ ആയിട്ട് ഇവരുണ്ടാവുക. നല്ല ഹൈറ്റും വരുന്നുണ്ട് ഈ തക്കാളികള്. പിന്നെ ഇപ്പുറത്തൊരു ചീരക്കട, അത് തന്നെ വെട്ടിച്ചിട്ട് മുകളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ചീരക്കടയ്ക്ക് നല്ല വലുപ്പത്തിലല്ല ഉണ്ടാവാറ്. ഇന്ന് നമ്മള് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ വിയറ്റ്നാമേറിൽ പഴുത്തൂട്ടാ ചക്ക. അപ്പൊ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഇതിക്ക് മഞ്ഞളില്ലേന്ന്. അപ്പൊ ഈ നിൽക്കുന്നതായിട്ട് നമ്മുടെ വീട്ടിലത്തെ മഞ്ഞൾ. ഇങ്ങനെ ഈ അറ്റം വരെ നിൽക്കുന്നത് ഫുള്ള് മഞ്ഞളാണ്. ഞാന് നമ്മുടെ വിയറ്റ്നാമേറിൽ കാട്ടിത്തരാം. വിയറ്റ്നാമേറിലിന് ഞാനേ കവർ ഇട്ട് നിർത്തിണ്ടായിരുന്നു. കവർ കട്ടിക്കട്ടെ. അപ്പൊ നോക്കിയേ, നല്ല മണമായിട്ട് നമ്മുടെ വിയറ്റ്നാമേറിലേക്ക്. നമുക്ക് മണം പെട്ടെന്ന് അറിയാൻ പറ്റും പഴുത്ത് വരുമ്പോഴേ തന്നെ. ഒരു പ്രത്യേക മണാട്ടോ, എന്തൊരു മണാണ് നമ്മുടെ ചക്കയ്ക്ക്. പിന്നെ ഉണ്ടല്ലോ നോക്കിയേ, ഇതിമ്മ നോക്കിയേ, മുകളിലും ഒക്കെ ഉണ്ട് ട്ടാ. ഇതിന്റെ ഏറ്റവും തുമ്പത്തേക്ക് വരെ ചക്ക, 4 ചക്ക ഏറ്റവും തുമ്പത്ത് നിൽക്കണം. അത് നമ്മുടെ ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാവിന്റെ തടിയില്ല കണ്ടാ, ഭയങ്കര തടി കുറവാണ്. ഈ ഒറ്റ തടിയിലാണ് ഈ പോണത് കണ്ട. കുഞ്ഞ് പ്ലാവും തൈയാണ്. പിന്നെ നോക്കിയേ, കണ്ട ഒരു കുഞ്ഞ് ചില്ലേമിക്കാണ് ഉണ്ടാവുക. അപ്പൊ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവരിങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോ നമുക്ക് തോന്നും അയ്യോ കൊമ്പൊടിയാവോന്ന് തോന്നും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഊണൊക്കെ ഇങ്ങനെ കണ്ട, ഇതൊരൂണ്, 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 3 ഊണ് കൊടുത്ത് നിർത്തി വെക്കാണ്. കാരണം ചക്ക വലുതാവനനുസരിച്ച് പ്ലാവ് ഒടിയാവോ എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. അത് കാരണം. അപ്പൊ നമുക്കിത് പഴുത്തത് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടാ. കൊമ്പ് ഒടിഞ്ഞു വീഴാവോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ നോക്കിയേ, ഇത് ഇപ്പഴേ തന്നെ ഉണ്ട് 5 എണ്ണം നിൽക്കുന്നുണ്ട് ഈ ഒരു ചില്ലേമ്മ തന്നെ. പിന്നെ ഞാൻ താങ്ങ് കൊടുക്കണോന്നൊക്കെ വിചാരിച്ചിരുന്നു, വേണ്ടി വന്നില്ല. ഇതേപോലെ തന്നെ ഒരു പ്ലാവും തൈ കൂടി ഞാൻ ഇപ്പുറത്ത് കാട്ടിത്തരാം കേട്ടാ. ഇത് കണ്ട. അപ്പൊ നമ്മുടെ ഈ വിയറ്റ്നാമേറിനെ കുറിച്ചിട്ട് പറയാം. എപ്പോഴും നമുക്ക് ചക്ക കാട്ടി കഴിഞ്ഞാൽ നമ്മള് എപ്പോഴും പറയാറുള്ളതാ. കാരണം എന്തെങ്കിലും നമുക്ക് കമന്റിൽ കൂടെ ചോദ്യങ്ങൾ വരാറുണ്ട്, എവിടുന്നാ മേടിച്ച എന്താണെന്ന് നോക്കിട്ടാ. അപ്പൊ നമ്മൾ ഈ വിയറ്റ്നാമേറിൽ മേടിച്ചിട്ടുള്ളത് എന്താ പറയാ, നമുക്ക് അന്ന് കിട്ടിയിട്ടുള്ളത് മണ്ണുത്തി പറയാറുള്ള കാർഷിക സർവകലാശാലയിൽ നിന്ന്. ഇപ്പൊ അവിടെ ചെല്ലുമ്പോ എല്ലാവരും പറയുന്നത് തൈകൾ കിട്ടണില്ല എന്ന് കുറെ പേർക്ക്. കാരണം അവിടെ വരുന്ന തൈകള് നഴ്സറിക്കാര്, ബാക്കിയുള്ള പ്രൈവറ്റ് നഴ്സറിക്കാരില്ലേ, അവര് വേഗം കൊണ്ടുപോകും. നമുക്ക് തന്നെ ചിലപ്പോ ഭാഗ്യം പോലെ ചെല്ലുമ്പോ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഞാൻ ഈ പ്ലാവ്, ഈ ഇപ്പൊ ചക്കിട്ട പ്ലാവ് ഉണ്ടല്ലോ, ആ പ്ലാവ് നമ്മൾ മേടിച്ച് വെച്ച് നമുക്ക് 2ാമത്തെ വർഷം തന്നെ ചക്കിട്ടായി തുടങ്ങി. അത് മാത്രല്ല കൊല്ലത്തിൽ 3 പ്രാവശ്യം ചക്ക ഉണ്ടാവുകയും ചെയ്യും. അത് കാരണം ഉണ്ടല്ലോ നമുക്ക് ചക്ക അങ്ങനെ അയ്യോ ഒരു കൊല്ലായാലോ അല്ലെങ്കിൽ ചക്ക ഉണ്ടാവാറായാലോ എന്ന് ആലോചിക്കേണ്ട വരാറില്ല. നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പൊ ആ പ്ലാവിന്ന് നമ്മള് ഒക്ടോബറിൽ ഒരു ചക്ക പഴുത്തത് തിന്നു. ഇപ്പൊ ഇതാ വീണ്ടും നമുക്ക് ഒരെണ്ണം പഴുത്തത് കിട്ടി. അതിന്റെ ഇടയിൽ നമുക്ക് ഉപ്പേരി വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇടിയൻ ചക്കയ്ക്കോ വേണ്ടിയിട്ടായാലും ഇടാറുണ്ട് കേട്ടാ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഇപ്പൊ ഒരുമിച്ച് തന്നെ മൂത്തിട്ട് 2-3 ചക്ക ഒരുമിച്ചിടുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ചക്ക കിട്ടി
അത് കഴിയുമ്പോഴേക്കാണ് അടുത്ത ചക്ക മൂത്ത് കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സാധാരണ ഒരു വീട്ടാവശ്യത്തിന് വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള ഒരു പ്ലാവായിട്ടാണ് എനിക്ക് വിയറ്റ്നാം മെർലിനെ തോന്നിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഈ പ്ലാവ് ഇതേപോലെ നമുക്ക് വെച്ച് രണ്ടാമത്തെ വർഷം തന്നെ ചക്ക ഉണ്ടായി കണ്ട കാരണമാണ് നമ്മൾ വീണ്ടും ഒരു പ്ലാവും തൈ ഇങ്ങനെ മേടിച്ച് വെച്ചത്. ആ പ്ലാവും തൈ ഇത് നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് രണ്ടാമത്തെ വർഷമായപ്പോ തന്നെ ചക്ക ഉണ്ടായി തുടങ്ങിയത് കേട്ടാ. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ചക്ക എന്നോട് ചോദിക്കുകയും ചെയ്തു, എപ്പോഴും വരുന്നുണ്ട് സ്മിത ചക്ക എന്തായിരുന്നു. ചക്ക വെട്ടി കാട്ടിത്തരാം. ഭയങ്കര ഭംഗിയാണ് ഈ ചക്കയുടെ ചോള്. അത് നമ്മൾ വെട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ പ്ലാവിന് ചെയ്യണ വളട്ട നമ്മൾ കോഴിക്കാട്ടം, ചാണകം, എല്ലുപൊടി, അതാണ് പ്ലാവിന് നമ്മൾ ഇട്ട് കൊടുക്കാറ്. അത് ഇവർക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് കുറെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മൾ ബാക്കിയുള്ളവർക്ക് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ഇവർക്ക് തിരിച്ച് ഇട്ട് കൊടുക്കണമെന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് കുറെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല. അതിപ്പോ കൊല്ലത്തില് ഒരു വട്ടോ അല്ലെങ്കിൽ 2 വട്ടോ ഒക്കെയാണ് മാക്സിമം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാറുള്ളവർക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഇനി പോവാം. പിന്നൊരു കാര്യം കേട്ടാ, നമ്മളെ ഇതാ നമ്മുടെ ക്യാരറ്റ് തൈകളൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല വെയിലായ കാരണമാണ് നമ്മൾ ഇതിന്റെ മുകളിൽ പതുക്കെ ഈ വാഴയുടെ പട്ടയാണ് നമ്മൾ മുറിച്ചിട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആഴ്ചയിൽ 2 വീഡിയോ ഉള്ള കാരണമാണ് നമ്മള് എന്താ പറയാ ഇതൊന്നും വെക്കരുത് കാണിക്കാത്ത. ക്യാരറ്റ് തൈ വെക്കുമ്പോ നമ്മൾ ആദ്യം ഒന്നും ചെയ്യില്ല, മണ്ണിൽ കുമ്മായിട്ടിട്ട് സെറ്റാക്കിണ്ടാവല്ലോ അതില് വെറുതെ നമ്മൾ വെച്ച് കൊടുക്കാറുള്ളൂ കേട്ടാ. പിന്നെ ഇതൊക്കെ നമ്മുടെ ചുവന്ന വെണ്ട, ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ കോളിഫ്ലവർ, പിന്നെ ക്യാബേജ് ഒക്കെയാണ് കേട്ടാ. നമ്മുടെ ചക്ക വെട്ടാട്ടാ. അപ്പൊ എനിക്കാണെങ്കിലേ ഇപ്പോഴും എല്ലാവരും പറയും കുരു മുറിക്കാണ്ട് ചക്ക വെട്ട, പക്ഷെ എനിക്കത് അറിയില്ല കേട്ടാ. എനിക്ക് നമ്മളിവിടെ വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു ഇതുണ്ടല്ലോ, ഞാനിവിടെ നമ്മുടെ ചക്ക വെട്ടാൻ പഠിച്ചത്. അമ്മ ഇങ്ങനെ നടുമുറിക്കും, അതിന് 4 അതായത് നടുമുറിച്ച് കഴിഞ്ഞാൽ ഒരു പകുതിനെ ഒരു 4 പീസാക്കും. വലിപ്പത്തിനനുസരിച്ച് അങ്ങനെ അറിയണില്ല. എണ്ണ പറ്റും. ഇത് ചക്ക സീസൺ കഴിഞ്ഞിട്ട് കിട്ടുന്നതല്ല. ഞാൻ നോക്കി ചക്ക വെട്ടാറൊന്നുമില്ല ചേട്ടാ, ആദ്യമായിട്ടാ. നമുക്ക് തന്നെ അതിന്റെ ഐഡിയ അറിയാത്താറാണ്. കുഴപ്പമില്ല. ഞാനെന്ന് ആദ്യം ഒരു പറിച്ചു നോക്കാം. നല്ല ഒരു മുറിയാട്ടാ, ഒരു കഷ്ണാണ് കിട്ടിപ്പോണത്. അടിപൊളിയാ, 10 അടിച്ചുട്ടാ. ഇതിന്റെ ഉണ്ടല്ലോ ചവണി പോലും കളയാൻ തോന്നില്ല ചേട്ടാ. ചേട്ടൻ ചവണി കളയണ്ട, ചവണി വരെ ഭയങ്കര രസാ. നോക്കിയാ ഈ ചക്കര ഭംഗി. ഞാൻ മുറിക്കാം. ഷായന്റെ കൈ നടു മുറിച്ചു കൊടുക്കുന്നുള്ള ഇങ്ങനെ മുറിക്കല്ലേ. എനിക്ക് റൗണ്ടിൽ മുറിച്ചിട്ട് ശീല, ഷായിട്ട് നീളത്തിൽ മുറിച്ചപ്പോഴേ ഞാൻ അങ്ങനെ മുറിച്ചു നോക്കട്ടെ. ഞാൻ കരിമുട്ടത് ചെത്തിത്തരാം. ഭംഗി നോക്കിയേ എന്നൊക്കെ കാണിക്കാൻ. നമുക്ക് ചോളയൊക്കെ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നിറച്ച് തിക്കൻസ് ആയിട്ടാണ് ചോള. ചവണി കുറവ് പോലെ തോന്നാം, പക്ഷെ ഉള്ള ചവണി ആണെങ്കിലും നമുക്ക് കഴിക്കില്ല. ഇത് പിന്നല്ല കേട്ടാ. ഇനിയിപ്പോ നമ്മളിത് വെട്ടിയിട്ട് ഒന്നും കൂടി പഴുക്കില്ലേ, ഒന്നും കൂടി പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കരിമുള്ളില്ലേ ആ നൈസായിട്ട് ആ കരിമുള്ളി ചെത്തി കളഞ്ഞാൽ മതി, ബാക്കി മടലൊക്കെ തിന്നാം. അങ്ങനെ ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇതിപ്പോ നല്ലൊരു പഴുത്തിട്ടുള്ളൊരു പാകം. ഇപ്പൊ എന്റെ മക്കൾക്കൊക്കെ ഈ ഒരു പാകമാണ് ഇഷ്ടം. കാരണം ഇങ്ങനെ നന്നായി പഴുത്ത് പാകാവാത്തൊരു പാകം എന്നാ. പക്ഷെ ഈ ഒരു കളറാകുമ്പോഴേക്ക് തന്നെ നല്ല മധുരാന്നേ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ചേട്ടാ. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല ഇതിലാവും. പക്ഷെ ഇത് ഇവർക്ക് ഇഷ്ടം മറ്റേതാണേ, ഇങ്ങനെ ചെറിയൊരു പഴുപ്പ് വരുന്നത്. അതന്നെ, എന്നിട്ട് നല്ല മധുരാണേ. മേടിച്ചു വെച്ചോളട്ടെ. വീട്ടിൽ ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പ്ലാവും തൈ നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്കത് കിട്ടും. കൊല്ലത്തിൽ നമുക്ക് ചക്ക തിന്നാൻ കുറേ ഗ്യാപ്പ് വന്ന പോലെ തോന്നാറേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചക്ക കിട്ടുന്ന പോലെയാണ് നമുക്ക് ഇങ്ങനെ ആവുമ്പോ. ഇതൊക്കെ രാവിലെ ചക്കയുണ്ട്. ഇത് ഞങ്ങള് ഇപ്പൊ അവസാനിപ്പിച്ചു കേട്ടാ. മേളി വന്നതിന് ശേഷം നമുക്ക് ചക്ക എപ്പോഴും കിട്ടുന്ന പോലെയില്ല, ഏത് സമയത്തുള്ള പോലെ തോന്നുന്നു. എപ്പോഴും ചക്കയുള്ള പോലെ തോന്നും വീട്ടില്. അത് കാരണം പുഴുങ്ങിയില്ലേ നമുക്കിപ്പോ. ഞാനിത് പറത്തില്ല. എപ്പോഴും കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷമയില്ല, കാത്തിരിക്കാനായിട്ട്. ഇനി നമുക്കുണ്ടല്ലോ അവിടുത്തെ പറമ്പേ പോവാം. നമുക്ക് കുറച്ച് കൂർക്ക പറിക്കണം, അതേപോലെ കൊള്ളി പറിക്കാനുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് തൈകളൊക്കെ കുറിച്ച് നടാനൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങോട്ട് പോവാൻ വയ്യോട്ടാ. നമ്മുടെ തക്കാളിക്ക് ഉണ്ടല്ലോ കുറച്ച് ചാണിട്ട് കൊടുക്കാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ടെമ്പോ ഫുള്ളൊരു ചാണാട്ട അടിച്ചിട്ടുള്ളത് ഇതാകുമ്പളേ നമുക്ക് ഇനി വരുന്ന അങ്ങനെ ചാണത്തിന്റെ ആവശ്യം കൂടുതലാണല്ലോ. അല്ലെങ്കിൽ നമ്മള് അവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് ചേച്ചിയുടെ അടുത്ത് നിന്നാണ് ഞാൻ ചാണം ഇടയ്ക്ക് ആവശ്യങ്ങൾക്കൊക്കെ എടുത്തു കൊണ്ടുവരാറ്. അപ്പൊ അതാകുമ്പോ 2 ബക്കറ്റ് 3 ബക്കറ്റ് വീതം ആഴ്ചയിൽ എടുക്കായിരുന്നു. ഇത് നമ്മുടെ ബജ്ജി മുളകാണ് കേട്ടാ. ഒരു മഴ പെയ്യാൻ ഒരു സുഖം ഉണ്ടാവും ചേട്ടാ. ചെറുതായിട്ടൊരു മണ്ണൊക്കെ ഉണ്ട് അല്ലേ. അതെ, പിക്കാസ് ഉണ്ടാക്കണം. ഷായറിനുണ്ടല്ലോ എനിക്ക് കുറച്ച് മുളകും തൈകളൊക്കെ നടാനുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ശരിയാക്കി തരുന്നത്. നമ്മൾ തക്കാളി തൈക്ക് കണ്ട് ചാണം വെച്ച് കൊടുത്തോണെ കട തൊടാതെയാണ് കേട്ടോ നമ്മൾ ചാണം വെച്ച് കൊടുക്കുന്നത്. അത് തക്കാളി തൈക്ക് എന്നല്ല ഏത് പച്ചക്കറികൾക്കും നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്ത് വളം ചെയ്യാലും കട തൊടേയില്ല. അതിന്റെ കട തൊടാതെ തൊട്ട് നീക്കിയിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കാറ് കേട്ടാ. മുക്കാഭാഗം കഴിഞ്ഞോട്ടാ. തക്കാളിയുടെ കടക്കിലേക്ക് നമ്മുടെ ഇതേപോലെ മണ്ണിട്ട് കൊടുത്തു. ഞാൻ മുന്നേ കാട്ടി തന്നപ്പോ നമ്മുടെ തക്കാളിയുടെ കട തൊടാതെ ചാണിട്ടിട്ടല്ല ഉണ്ടായിരുന്നത്. വേണ്ട ഇതേപോലെ നമ്മൾ മണ്ണിട്ട് കൊടുത്തോളൂ കേട്ടാ. എന്നിട്ട് ഇനി നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി. ഇതിന് നല്ലൊരു വളർച്ച വരും. അതിന് ഓരോ വളർച്ച അനുസരിച്ച് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ക്യാപ്സിക്കത്തിന്റെ തൈകളായിട്ടത്. അപ്പൊ ഇതാണ് നട്ടു കൊടുക്കണേ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇതാ ക്യാപ്സിക്കം നമ്മൾ നട്ടിട്ട്
നല്ല വലുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നട്ട് കഴിയുമ്പോൾ കാണിച്ചു തരാട്ടാ. നട്ട് കൊടുക്കട്ടെ. അപ്പൊ ഞാനുണ്ടല്ലോ നോക്കി നമ്മുടെ മുളകും തൈ എല്ലാം നട്ടു കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മള് മുളകും തൈ നടുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ മണ്ണ് നന്നായി കൊത്തി ഇളക്കിയിട്ട് അതിൽ കുമ്മായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മള് മുളകും തൈ നട്ടു കൊടുത്തത്. ഈ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോക്കിയാൽ ചാണിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ചാണകം കൂടി ഞാൻ ഇതിന്റെ ഇടയിലൊക്കെ കൊണ്ടുവന്നു. ഇനി നമ്മൾ മോട്ടർ നനയ്ക്കുമ്പോൾ വെള്ളം ഇതിലേക്ക് പിടിക്കും. അപ്പൊ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുതിർന്ന് ഇവരെ കടക്കിലേക്ക് ഒക്കെ ഒഴുകൂട്ട. ആ രീതിയിലാണ് നമ്മൾ നനച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ക്യാപ്സിക്കം നടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഇതിന് മുന്നേ നട്ടിട്ട് ക്യാപ്സിക്കം ഉണ്ടായി നിൽക്കുന്നത് കാട്ടി തരാണ് പറഞ്ഞോട്ടെ. ഇതാണ് നമ്മുടെ ക്യാപ്സിക്കം. നോക്കിയാ ക്യാപ്സിക്കത്തിന്റെ വലിപ്പം കണ്ട. സാധാരണ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന പോലെ അത്രേ വലിപ്പത്തിൽ തന്നെ നമുക്ക് ക്യാപ്സിക്കം ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഓരോ കടയും പൂവൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇപ്പുറത്തെ അയ്യാലും നോക്കിയാ അതേ വലിപ്പത്തിൽ തന്നെ. ഇപ്പുറത്ത് നോക്കിയേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടായി കണ്ടപ്പോഴാണ് നമ്മൾ വീണ്ടും ക്യാപ്സിക്കത്തിന്റെ തൈ മേടിച്ച് വെക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ കൂർക്ക പറിക്കണം. അതിന് മുന്നേറ്റ് ഒരു ചേട്ടൻ കൊള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടന് ഒരു കൊള്ളി കൊണ്ടും പറിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നോക്കട്ടെ, കൊള്ളിത്തറി പറിച്ചു നോക്കട്ടെ. ഞങ്ങോട്ട് പോവാം. ഞാനേ ഈ കൊള്ളി നമുക്കല്ല ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ ആദ്യം കൊണ്ടു കൊടുക്കട്ടെ കേട്ടാ. ഒരു കൊള്ളി മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരെണ്ണം ഒടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ നോക്കി നമ്മള് കൊള്ളി പറിച്ചപ്പോ നോക്കിയേ മധുരക്കിഴങ്ങ് കേട്ടതേ. മധുരക്കിഴങ്ങിന്റെ വള്ളി ഇതില് പോയിട്ടുണ്ടേ. അപ്പൊ നല്ല നല്ല മധുരക്കിഴങ്ങായിട്ട് നമ്മുടെ അവിടുത്തെ ഈ കളറാ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം. പിന്നെ ചേട്ടത് കൊടുക്കട്ടെ കേട്ടാ. ഇന്നിപ്പോ ഞാൻ കൂർക്കിണ്ടല്ലോ ഒരുവിധം പറ്റണ രീതിയിലുള്ളത് ഫുള്ള് പറക്കിട്ടാ. എന്തെങ്കിലും ഒരു തട ഫുള്ള് പറക്കി. പിന്നെ സമയം ഉണ്ടെങ്കിൽ അതനുസരിച്ച് അപ്പുറത്തും കൂടി പറക്കണം എന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നായിട്ട് നോക്കിയേ നമ്മുടെ ഈ കൂർക്ക തടത്തിലേ നമ്മൾ ആദ്യം നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ നമ്മുടെ കപ്പലണ്ടി ആയിരുന്നു. അപ്പൊ അന്നത്തെ ആ കപ്പലണ്ടിയുടെ ഓരോ മണികൾ കിടന്നിട്ട് ഇതിന്റെ ഇടയിൽ ഒക്കെ തൈകൾ മുളച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയുണ്ടാവണത് നോക്കിയേ കണ്ടോ. ആ ഒരു മണികൾ കിടന്നിട്ട് ഉള്ളതാട്ടോ. ഞാൻ ഇതിന്റെ കട വലിച്ചു നോക്കട്ടെ. കട വലിക്കുമ്പോ എങ്ങനെയാണ് ഇതുണ്ട്. നേരത്തെ വലിച്ചെങ്കിൽ നോക്കിയേ എന്താ നമുക്ക് ഉണ്ടായി കിട്ടാറുണ്ട്. കപ്പലണ്ടി നമ്മൾ കാണിച്ചിട്ടുണ്ട്. കപ്പലണ്ടി നട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ന് അങ്ങനെയുള്ള കപ്പലണ്ടിയുടെ ആ മണികൾ ഞാൻ പറിച്ചെടുക്കും. പിന്നെ നമ്മുടെ കൂർക്കി പറിക്കൂട്ടെന്ന്. ശരിക്കും കൂർക്ക പറിക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ കൂർക്ക തന്നെ ഇങ്ങനെ ഉണങ്ങി എടുക്കണേ. നോക്കിയേ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്നത് മുഴുവൻ കൂർക്ക മണികളാ. നിറച്ച് മണികളാണ്. മുകളിൽ തന്നെ ഈ ഇങ്ങനത്തെ ഉണ്ടായി നിൽക്കണത് നല്ല കുഞ്ഞു നല്ല മണികളായിരിക്കും ഈ മുകളിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ എന്തായാലും ഞാനേ എനിക്ക് കട പറിക്കാൻ പറ്റണില്ല. കാരണം അത്ര അധികം മണികൾ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നീക്കുമ്പോ നോക്കിയേ ഈ മണികളൊക്കെ ഇങ്ങനെ പറക്കിയെടുക്കാണ്ട് നമ്മള് തല ഇതിന്റെ കട പറിച്ചെടുക്കുക. ഇതെല്ലാം ഒക്കും പോവും. ഇങ്ങനെ പറിക്കട്ടെ. കൊഴിയൂട്ടാ. കൊഴിയാണ്. ഇനി കുറച്ചു നേരം ഇരിക്കേണ്ടി വരും ഈ കട മുഴുവൻ ആക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും. നമുക്കാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഓരോ കടേമേയും ഈ തല പടർന്ന് ഇവരിങ്ങനെ പടർന്ന് കിടക്കുമല്ലോ. അതിനൊക്കെയാണ് ഈ മുകളിൽ കിടക്കണ ഈ മണികളൊക്കെ ഉണ്ടാവണത് കേട്ടാ. ഏറ്റവും ടേസ്റ്റ് ആ മൂലയത്തെ മണികളായിരിക്കും. നോക്കി നല്ല വലിയ വലിയ മണികളും നല്ല ഉരുണ്ട മണികളും ഒക്കെ കേട്ടാ. നോക്കി എന്ത് നല്ല മണികളാ നോക്കിയേ. അതല്ലേ
ഇതൊക്കെ ശരിക്കും ഒരു മാസം മുന്നേ തന്നെ നമ്മൾ ഒരു മാസം മുന്നേ നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് ഇതിന് പറിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയമായി പിന്നെ എല്ലാവരും വേഗം വേഗം പറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് കിടന്നിട്ട് മന്തൊക്കെ മാറും. മന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കുറയും. ശരിക്കും എന്നെ കൊണ്ട് തന്നെ പറ്റില്ല. ചേട്ടൻ എന്തേലും ഒഴിവാകുമ്പോ വരും. ഇനിയിപ്പോ ചായട്ടനും കൂടെ എത്തിയിട്ടാ. അപ്പൊ പിന്നെ വേഗം വേഗം ചായട്ടനെ പറിച്ചത് എനിക്ക് മണികൾ ഇങ്ങനെ പറക്കിട്ടാ മതി. അങ്ങനെ നോക്കിയത് നമ്മൾ ഒരു തടം അതേപോലെ വേറൊരു തടത്തിന്റെ കുറച്ച് ഭാഗം കൂടി നമ്മളത് പറിച്ചെടുത്തു കേട്ടാ. ഇനി എന്നിട്ടാണെങ്കിലേ നമ്മൾ വേഗം നിർത്താൻ പോവാണ്. ഇനി 2-3 തടം കൂടി നമുക്ക് പറിക്കാനുണ്ട്. അപ്പൊ എന്തായാലും ഇനി ഇന്നത്തെ ഞാൻ അവസാനിപ്പിച്ചു. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാ കേട്ടാ. അപ്പൊ നമ്മൾ പറിച്ചു വളർന്ന കൂർക്കയിൽ നമുക്ക് ഇന്ന് കൂർക്ക കൊണ്ടുള്ള ഒരു കറിയാണ് വെക്കണേ. അപ്പൊ നോക്കിയാൽ ഇത്രയും കൂർക്ക ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത്രയും കൂർക്ക നമുക്ക് ആവശ്യമില്ല കറി വെക്കാൻ. പക്ഷെ കഴിക്കുമ്പോൾ ഇത്തിരി കൂടുതൽ എടുത്ത് കഴുകിയെടുക്കണമെന്നുള്ളൂ. അപ്പൊ നോക്കി നമ്മുടെ കൂർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ കാട്ടിയാൽ മതി. കണ്ട തൊലി പോവും. അത്രയും എളുപ്പത്തിൽ പോവും. അപ്പൊ ഞാനിതാ ഈ ഒരു സഞ്ചിയിൽ ഇട്ടിട്ട് കൂർക്ക എളുപ്പത്തിൽ എങ്ങനെയാണ് തൊലി കളഞ്ഞെടുക്കണേന്ന് കാട്ടിത്തരാം കേട്ടാ. അപ്പൊ ആദ്യം കൂർക്ക നമുക്കൊന്ന് ഇതേപോലെ അരിപ്പ പോലത്തെ കൊട്ടയിലിട്ടിട്ട് കൂർക്കനൊന്ന് കഴുകിയെടുക്കണം. കൂർക്ക നോക്കി നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. കണ്ട തീരെ മണ്ണൊന്നും ഇല്ലാണ്ട് എടുത്തു. ഇനി ഞാനിതാ ഒരു സഞ്ചിരിക്കാണ് ഇട്ട് കൊടുക്കണം. എല്ലാ വർഷവും ഞാൻ നമ്മുടെ കൂർക്ക നന്നാക്കുമ്പോൾ ഇതേപോലെ പറഞ്ഞു തരാറുണ്ട് കേട്ടാ. നമ്മളെങ്ങനെയാണ് ഈ തൊലി കളഞ്ഞെടുക്കണേന്നുള്ള കാര്യം. നന്നായിട്ടൊന്നേ നമ്മൾ മുറിച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്കാട്ടാ. അതല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ അതെ ഇങ്ങനെ പിടിച്ചിട്ടല്ല അതൊക്കെ കൂർക്ക ചതയാത്ത വിധത്തിൽ ഇങ്ങനെ തല്ലി കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ ചെയ്യണ കാര്യം എന്ന് പറയുന്നത് ഞാൻ മുന്നേ കാട്ടിയ പോലെ ഇതാ ഇതേപോലെ ഉടച്ചാൽ മതി കേട്ടാ. നോക്കിയേ കണ്ട. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി കൊട്ടയിലിട്ടിട്ട് കേട്ടാ. നല്ല കാറ്റുകാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കൂർക്കയുടെ തൊലി പോവാണ്ടിരിക്കൂട്ടാ. തോലൊന്നും പോവില്ല. ഈ ഒരു സമയത്താണ് കൂർക്കയുടെ നന്നായിട്ട് പോണൊരു ടൈം. അല്ല ഇതേപോലെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. ഇതേപോലെ നമുക്ക് വൃത്തിയായി കിട്ടി. ഇനിയിപ്പോ ഇത് നമ്മള് നന്നാക്കി കഴിയണ കാര്യം നമ്മൾ കൂർക്ക വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ട് വേണം നന്നാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു കളർ മാറും. അപ്പൊ ഇതൊക്കെ നമുക്കിപ്പോ ഞാൻ അധികം വലിപ്പില്ലാത്ത കൂർക്കമണികൾ നോക്കിയിട്ട് എടുത്തു പോകണേ. അപ്പൊ ഇത്രയും കൂർക്കമണികളൊക്കെ ആകുമ്പോൾ നടുമുറിച്ചെടുക്കൂട്ടാ. ബാക്കി ഈ വലിപ്പത്തിലുള്ളതൊക്കെ നമ്മുടെ കറിയിലേക്ക് മുഴുവനോടെ തന്നെ ഇടാം. ഈ സഞ്ചിക്കും കഴുകിയെടുത്ത് തോരയിടട്ടെ. സഞ്ചി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും.
ഇനി നമുക്കുണ്ടല്ലോ പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പം മോളി ജോൺസന്റെ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് നവംബർ 23-ാം തീയതി. അപ്പൊ നവംബർ 23-ാം തീയതി വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മോളി ചേച്ചിയുടെ മകൾക്ക് അഡ്വാൻസ് ആയിട്ട് എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനി നമുക്ക് ചേച്ചിമാരോട് ഹായ് പറയാട്ടാ. ലളിത ശശി, ഹായ് ലളിതേച്ചി. ആഷിത നാസർ, ഹായ് ആഷിതേച്ചി. ഷാജിന MP, ഹായ് ഷാജിനേച്ചി. ഹായ് സൈറ, ഹായ് സിന്നിമോൾ സിൻഡോ. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ, വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ നമ്മുടെ കൂർക്ക വറുത്തരച്ചിട്ടാട്ടോ വെക്കണേ. അതായത് ഇറച്ചിയില്ലാതെ തന്നെ ഇറച്ചിക്കറിയുടെ അതേ മണം ടേസ്റ്റ് സോഫ്റ്റും കിട്ടുന്ന രീതിയിലാണ് നമ്മളിന്ന് കൂർക്ക കറി വെക്കുന്നത്. അപ്പൊ നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ഒരു ചട്ടി അടപ്പത്ത് കഴിച്ചാട്ടാ. ഈ ചട്ടി ഉണ്ടല്ലോ ഒന്ന് ചൂടാവട്ടെ. ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നിട്ട് അപ്പൊ നോക്കി നമ്മൾ ചെറിയൊരു കറുകപ്പട്ടയുടെ കഷ്ണം ഇല ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതിലേക്ക് ഇതാ 3 ഗ്രാമ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. ഇലയും ഗ്രാമ്പും ഒക്കെ ഇട്ടിതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നോക്കിയാൽ കണ്ട 3 വെറുതെ 2 വിരലും കൂട്ടി പിടിച്ച എത്ര ഉണ്ടാവും അത്രയായിട്ട് നമ്മള് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇടിക്കില്ലേ നമ്മള് അതൊരു 3 ഉള്ളു. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി തുടങ്ങട്ടെ കേട്ടാ. പെരിഞ്ചീരകം ഒക്കെ ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മള് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സബോളയുടെ പകുതി ഇട്ടതാ, കാരണം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. സബോള ഒരു ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയേ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ പച്ചമുളക് ഇട്ടാ ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിതേ അതിലേക്ക് നല്ല നീളത്തിലരിഞ്ഞ ഇഞ്ചി ഒരു മീഡിയം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ആയിരുന്നു കേട്ടാ. പിന്നെ നമ്മളിതാ ഒരു 6 വെളുത്തുള്ളി ഇതാ കനം കുറച്ചിട്ട് നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടാ. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നോക്കിയേ, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതേപോലെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ തീ കുറച്ചായിട്ട് വെച്ചിട്ടുള്ളത് മുളക് പൊടി നമുക്കിതൊരു 1.5 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കൂർക്ക എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലത്തെ കൂർക്ക തന്നെ ആയ കാരണം ഇത്ര കൃത്യ അളവില്ല, പക്ഷെ നല്ലൊരു 3/4 കിലോന്റെ അടുത്തേക്ക് ഉണ്ടാവും കേട്ടാ. പിന്നെ നമുക്കിത് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതാ 2 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമുക്ക് അതിലേക്ക് ഇതാ മഞ്ഞപ്പൊടി കേട്ടാ. മഞ്ഞപ്പൊടി നോക്കിയാൽ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല കേട്ടാ. 1 ടീസ്പൂണ് ഗരം മസാലയാണ്. ഈ പൊടികളിലേക്ക് ഒരു പച്ചക്കുത്ത് പോണ വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ആ സമയത്ത് നോക്കി നമ്മൾ നാളികേരം എടുത്തിട്ടുണ്ട്. ഈ നാളികേരത്തിന് പ്രത്യേകതയുണ്ട്. അധികം മൂക്കാത്ത നാളികേരമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ട കളർ കണ്ട ഈ അടിവശം കാണും പറയാം. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനത്തെ നാളികേരം ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ മൂത്ത നാളികേരം ആയാലും കുഴപ്പമില്ല. അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിയുടെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കഷ്ണം നാളികേരം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നാളികേരമൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ, വെറുതെ ഒരു ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ കൂർക്കിട്ട് കൊടുക്കാം കേട്ടാ. കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണും ഒരു തുണ്ടും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. നമ്മുടെ കൂർക്ക വേവാനുള്ള അത്രയും വെള്ളം ഒഴിക്കാം നമുക്ക്. ഏതാണ്ട് കൂർക്ക ഇങ്ങനെ മുങ്ങി കിടക്കാവുന്ന രീതിയിലുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീയും കൂട്ടി വയ്ക്കുന്നുണ്ട്. നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ കൂർക്ക നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട്. മൂടി വെച്ചിട്ടുണ്ട് കേട്ടാ. നന്നായി വേവട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് തീ കുറച്ച് വയ്ക്കാം.
ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് നാളികേരം കൂടി വറുത്തെടുക്കാനുണ്ട് കേട്ടാ. അപ്പൊ നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മൾ നാളികേരം എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു മുറി നാളികേരം കേട്ടോ നമ്മൾ ശരിക്കും എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാളികേരം മതി കേട്ടാ. ഇവിടെ അല്ലു നോക്കിയേ നമ്മുടെ ബാക്കിൽ തന്നെ എടുക്കണ്ട് കേട്ടാ. ഇത് ഇപ്പുറത്ത് ആ കെടുപ്പിന്റെ ഒരു ഭംഗി നോക്കിയേ. കണ്ടു തുറന്നിട്ട് അങ്ങനെ തന്നെ അടയ്ക്കുന്നത്. കഴിയുമ്പോ തല വെച്ചിട്ടുള്ള കെടുപ്പ് എന്ത് രസമല്ലാണ്ട് ഉറക്കം. നല്ല പ്രത്യേകതയായിട്ട് നമ്മുടെ അല്ലുവിന്റെ ഓരോ ഉറക്കങ്ങൾക്കും പ്രത്യേക സ്റ്റൈലൊക്കെ കിടക്കണം പലപ്പോഴും. നമ്മുടെ ചീനിച്ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നാളികേരം വറുത്തെടുക്കാനുള്ളതാണല്ലോ. അപ്പൊ ഞാനിതാ ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു. വെളിച്ചെണ്ണയ്ക്ക് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ നമുക്ക് നാളികേരം വറുത്തെടുക്കണം കേട്ടാ. നമ്മുടെ കൂർക്ക നോക്കി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുത്ത് മൂടിയിരിക്കുന്നത്. ഈ കുറവില് മൂടിയിരിക്കട്ടാ. ഇനി കൂർക്ക വേവണ്ടേ. നോക്കി നമ്മുടെ നാളികേരം ഇതേപോലെ നല്ലൊരു കളർ വന്നു. ഈ സമയത്ത് നമുക്ക് ഇരിക്കണ്ടല്ലോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ. കറിവേപ്പിലൊക്കെ ഇട്ട് കറിവേപ്പില ഒന്ന് മുരിഞ്ഞോട്ടെ. ഈ ചൂടാകുമ്പോഴേക്കും തന്നെ മുരിയും. ഇത്രയും മതി. നമ്മുടെ കറിവേപ്പിലയുടെ കളറൊന്നും മാറരുത്. ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വറുത്തെടുത്ത പോലെ. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഈ ഒരു ചൂട് തന്നെ മതി. നമ്മുടെ നാളികേരം ഒന്നും കൂടി ഒരു വറവാകും. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ നാളികേരം ഉണ്ടല്ലോ ചൂടാറി കഴിഞ്ഞ് നമുക്ക് നല്ല പേസ്റ്റ് പോലെ, അതായത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ മൂടി തുറന്ന് നമ്മുടെ കൂർക്ക വെന്തോ നോക്കാട്ടാ. ഞാൻ പല വട്ടം മൂടിയൊക്കെ തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ഒരു കൂർക്കയുടെ എടുത്തിട്ട് നമ്മൾ കയ്യിലോണ്ട് ഇങ്ങനെ ആക്കുമ്പോ വേണ്ട നടുമുറിഞ്ഞു. അപ്പൊ കൂർക്ക വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കതിലേക്ക് ഇതാ നാളികേരം ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മള് നന്നായിട്ട് അടിച്ചു. പിന്നെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടാ. അതിനൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചണം. ഈ കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഉള്ളി കാച്ചാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. നിർബന്ധമില്ല ഉള്ളി കാച്ചണം എന്നുള്ളത്. പക്ഷെ ഉള്ളി കാച്ചാൽ നമ്മളൊരു ടേസ്റ്റ് കൂടും. അതല്ലെങ്കിൽ തിളച്ചിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോ ഓഫ് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടാ. ചീനിച്ചട്ടിയൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഇതാ 2 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്ക് ഒന്ന് ആക്കിയെടുക്കണം കേട്ടാ. നമ്മുടെ കൂർക്കൊക്കെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കുണ്ടല്ലോ ഇതില് ഉള്ളി നമ്മൾ കാച്ചണില്ലെങ്കിൽ തീ കുറവിലിട്ടിട്ട് വെക്കാം. അപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പൊ നമ്മള് ഗ്യാസ് ഓഫ് ചെയ്ത് കറി ഉപയോഗിക്കാം. അതല്ല ഉള്ളി കാച്ചുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒന്ന് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ഉള്ളി കാച്ചിട്ടുണ്ട്. അപ്പൊ നന്നായി തിളച്ചത് നമ്മുടെ കൂർക്കത് അവിടെ കിടന്ന് തിളച്ചതാ ഇതേപോലെ ആയിട്ടുണ്ട്. ചാറും കഷ്ണമൊക്കെ ഏതാണ്ട് ഒരേപോലെ ആയിട്ടാ. ഈ ഒരു ലെവലിലാണ് നമ്മൾ കറി എടുക്കുന്നത്. അപ്പൊ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ ചട്ടിയിൽ അയ്യാനും ഒന്നും കൂടി ഇരുന്ന് വറ്റൂട്ടാ. ഉള്ളി ഇതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചാറിയിൽ ഒഴിച്ച് എണ്ണയ്ക്ക്
കറി റെഡി ആയിട്ടാ. നല്ല ടേസ്റ്റ് അല്ല, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇറച്ചി കറിയുടെ അതേ ടേസ്റ്റ് തന്നെയായിട്ട് നമ്മുടെ ഈ കറിക്ക്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷായറിനെ വിളിച്ചിട്ട് വരട്ടെ. കാണാൻ തന്നെ നല്ല ഭംഗിയായി കറിയിട്ടാ, അതേപോലെ തന്നെയാണ് കഴിക്കാനായത്. കൂർക്കി ഷായറിന് ഇഷ്ടപ്പെട്ട കൂർക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാ കൂർക്ക, പിന്നെ കായ, പയറ് എല്ലാം തന്നെയാ. കായ, കായ, ഉള്ളി, ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ല ഇഷ്ടമാണ്. കഴിച്ചിട്ട് പറയേണ്ട കാര്യമില്ല, ഞങ്ങള് വെച്ചിന് കറിയുന്നത്. അടിപൊളി തന്നെയാ. ഇതെന്ത് വെച്ചാലും അടിപൊളിയാ. അത്ര രസമായിട്ടുള്ള കറി കേട്ടത്. ഞാൻ പറയുന്നത് നോക്കണ്ട, അടിപൊളി തന്നെയാ. രസല്ലേ? പെട്ടെന്നൊക്കെ ആക്കാൻ പറ്റും ഈ കറി കിട്ടാ. അപ്പൊ എല്ലാവരും ഇത് നോക്കിയോളൂ. കൂർക്കയുടെ സീസണിന് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നോക്കിയോളാം. അടിപൊളി കറി മീന്. വെറുതല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ കിട്ടാം.